ഹലോ, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? പ്രിയരെ, രാവിലെ എന്താ കഴിക്കാൻ? കപ്പ പുഴുങ്ങിയത്. നല്ല സാധനമാണ് കപ്പ പുഴുങ്ങിയത്. പണ്ട് ഞങ്ങളെ വീട്ടിൽ തലേ ദിവസം കപ്പ തിളപ്പിച്ചിടും. ഇങ്ങനെ കൊത്തി നുറുക്കി തിളപ്പിച്ചിട്ട് ഇങ്ങനെ ഇടും. രാവിലെ എന്നിട്ട് വെള്ളത്തിലിട്ടേക്കും. രാവിലെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഇച്ചിരി ഉപ്പ് അങ്ങോട്ട് ഇങ്ങനെ വെതറും നല്ല ഉപ്പിങ്ങനെ തളിച്ചിട്ട് അത് അടുപ്പത്തോട്ട് വെച്ചിട്ട് ചൂടാക്കി ഇങ്ങെടുക്കും. എന്നാ ടേസ്റ്റാണെന്നറിയോ? എന്നിട്ട് മത്തി ചുട്ടിട്ട്, ഉണക്കമത്തിയെ അടുപ്പിലോട്ടിട്ട് ചുട്ടിട്ട് ആ ചാരത്തോടു കൂടി മത്തി പുറത്തേക്ക് ഇഞ്ഞ് വരും. അപ്പോൾ ഈ മത്തിയുടെ സൈഡിൽ ഇങ്ങനെ ഈ പതഞ്ഞിട്ട് ഈ ചാരം അതിനകത്ത് ഫിക്സായി ഏകദേശം ഒരു കോൺക്രീറ്റ് പോലെ അതിനകത്ത് ഇരിക്കും. ഇതെല്ലാം കൂടെ കഴിച്ചത് കൊണ്ടാണ് പണ്ട് നിങ്ങൾക്ക് ഷുഗറും കൊളസ്ട്രോളൊന്നും വരാതിരുന്നത്. സ്തോത്രം. ഇന്നിപ്പം എന്ത് കഴിച്ചാലും കഴിക്കാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. കാരണം അതുപോലെ അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക, വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പം രാവിലെ ഈ കപ്പയൊക്കെ കഴിക്കുമ്പോണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. ഇന്ന് രാവിലെ നിങ്ങളുടെ വീട്ടിൽ ചപ്പാത്തിയാണോ? സ്തോത്രം. എന്തായാലും ഉച്ചയ്ക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. രാവിലെയും വൈകിട്ടും ആവശ്യത്തിൽ എന്താ പറയുക, കുറച്ച് ഭക്ഷണം കുറയ്ക്കണം. അപ്പോൾ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്കൊരു 45 വയസ്സുണ്ടെങ്കിൽ ഒരു 68 കിലോയൊക്കെ വരാവുള്ളൂ ശരീരത്തിൻ്റെ ബോഡി വെയിറ്റ്. അതിൽ കൂടുതൽ പോകരുത്. 68 കിലോ. ഞാൻ 78 കിലോ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഡെയിലി വ്യായാമം ചെയ്ത് ഇപ്പോൾ 70 കിലോ ആയി. ഇനി ഒരു 2-3 ദിവസം കൊണ്ട് ഞാൻ 2 കിലോ കൂടെ കുറയ്ക്കും. സ്വാതന്ത്ര്യം. അപ്പം നമ്മുടെ ആരോഗ്യം, പ്രിയരെ, സുവിശേഷീകരണത്തിന് നമ്മുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തടി വെച്ച് നടക്കാൻ പറ്റാത്ത പരുവത്തിലായി പോകരുത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മിലിറ്ററിക്കാർ അവര് ഒരു പ്രത്യേക ജോലിക്ക് വേണ്ടിയാണ് അവരുടെ ജോലി. നിങ്ങൾക്കറിയാം, ഞാൻ പറയാമെന്നറിയാം, പട്ടാളക്കാരുടെ കാര്യം അറിയാമല്ലോ. രാവിലെ അവർ ഫിറ്റ്നസ് തുടങ്ങും, ഇല്ലേ? വ്യായാമം ചെയ്യും, അവരുടെ ശരീരം വാമപ്പാക്കും, എല്ലാം നല്ല എന്ന് പറഞ്ഞാൽ അല്ലാതെ രാവിലെ ഇന്ന് നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട്, നമുക്കിന്നൊരു ടാർഗറ്റ് നമ്മുടെ കമാൻഡർ തന്നിട്ടുണ്ട്, നാളെ രാവിലെ എല്ലാവരും കൂടെ ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് പറയുമ്പം രാവിലെ നടുവിന് വേദനയാണെന്നാ തോന്നുന്നത്. ദൈവമേ, രാവിലെ പോണല്ലോ എന്ന് പറഞ്ഞ് അവൻ തോക്കും എടുത്ത് അങ്ങനെ പോവാണോ? അവൻ പയർ. സ്വത്രം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭയങ്കര സ്വത്രം, കായികക്ഷമതയുള്ള ആളുകളാണ് അവരെല്ലാം. അതങ്ങനെ ഉണ്ടായതിൻ്റെ കാര്യം അവർ ഡെയിലി പ്രാക്ടീസ് ചെയ്യും. രാവിലെ എഴുന്നേറ്റ് ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അവരുടേതായ വ്യായാമ മുറകളൊക്കെ ഉണ്ട്. അതൊക്കെ അവർ ചെയ്ത് ശരീരം ബോഡി വാമായി അമേശ്വത്രം അവരുടെ ദേഹത്ത് ശകലം പോലും എന്താ പറയുക, ആവശ്യമില്ലാത്ത കൊഴുപ്പൊന്നും ഇല്ലാതെ സെറ്റപ്പാണ് അവരുടെ ബോഡി. നമ്മളെയല്ല, നമ്മളെപ്പോലെ ഒരു 5 എണ്ണത്തിനെ എടുത്ത് വലിച്ചെറിയാൻ അവരെ കൊണ്ട് നിമിഷ നേരം മതി കേട്ടോ. ഈ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന സോൾജേഴ്സ്, അവരൊക്കെ ഞാൻ എൻ്റെ ബഹുമാനം അറിയിക്കുന്നു, ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ ബിഗ് സല്യൂട്ട് നൽകുകയാണ് രാജ്യത്തിന് വേണ്ടി സേവിക്കുന്ന മിലിറ്ററിക്കാർക്ക്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് സുവിശേഷ പ്രവർത്തകർ, ദൈവദാസന്മാർ. നിങ്ങളുടെ ഫിറ്റ്നസ് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ആമേൻ, സ്തോത്രം. ആ ചർച്ചിന്റെ മുമ്പിൽ അല്പം ഇടയുണ്ടെങ്കിൽ ഒരു ചെറിയ ഷട്ടിൽ ബാറ്റൊക്കെ മേടിച്ച് രാവിലെ ഒരു 1/4 മണിക്കൂർ പ്രാർത്ഥിച്ചോ. രാവിലെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ആത്മീയ ആരോഗ്യം പോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ രാവിലെ ഒരു ഷട്ടിൽ ബാറ്റൊക്കെ എടുത്ത് ആ മുറ്റത്ത് നിന്ന് ഒരു 3/4 മണിക്കൂർ കളിച്ച് കഴിയുമ്പോൾ ശരീരം മുഴുവൻ വെട്ടി വേർക്കും. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ആരോഗ്യം ഉണ്ടാകുന്നത്. വേറെ ഈ ആരോഗ്യത്തിന് വേണ്ടിയാ, സുവിശേഷത്തിന് വേണ്ടി മാത്രമാണ്. അല്ലാതെ നിങ്ങൾ കർത്താവ് തരുന്ന നന്മയെല്ലാം ആണല്ലോ എന്ന് പറഞ്ഞ് എല്ലാം കൂടെ കഴിച്ച് അനങ്ങാൻ മേലാത്ത പരുവത്തിൽ ചില ആളുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില ആളുകളൊക്കെ നടക്കുന്നതാണ് വേദന തോന്നാറുണ്ട്. ദൈവമേ, ഇവരുടെ ഈ തടി ഒന്ന് കുറയ്ക്കാൻ എന്താ വഴി? ഏതെങ്കിലും സ്തോത്രം അങ്ങനെ ഒരു ഇഷ്ടംപോലെ ബൈബിൾ സ്കൂളുകളുണ്ട്, അല്ലേ? ഇഷ്ടംപോലെ ബൈബിൾ സ്കൂൾ നമുക്കുണ്ട്. അങ്ങനെ ഈ ബൈബിൾ സ്കൂളിലൊക്കെ ഇങ്ങനെ ഒരു പരിപാടി, ഒരു മാസത്തെ ഒരു ഫിറ്റ്നസ് പരിപാടി കൂടെ വെച്ചായിരുന്നു നല്ലതായിരുന്നു എന്ന് ഞാൻ പറയുക. സ്തോത്രം. ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യണം കേട്ടോ. കാരണം ബൈബിൾ പഠിച്ചോട്ടെ, അത് ആത്മീയ ജീവിതത്തിനും സുവിശേഷത്തിനും ആവശ്യമാണ്. പക്ഷെ ഇവർക്ക് 1 മാസത്തെ ബോഡി ഫിറ്റ്നസ് ഒന്നും കൊടുക്കാൻ
ഇവരുടെ ഈ തടിയെല്ലാം ഒന്ന് കുറച്ച് ഒറ്റ മാസം കൊണ്ട് ഇവരെ ഒന്ന് സ്ലിമ്മാക്കി ഒരു ആരോഗ്യമുള്ള മനുഷ്യനാക്കി ഇവരെ ഒന്ന് പുറത്തേക്ക് വിടാൻ അത് സുവിശേഷത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ചില മാസങ്ങൾക്ക് മുമ്പ്, അതായത് ലോക്ക്ഡൌണിന് മുമ്പ്, ആന്ധ്രാപ്രദേശിലെ സ്തോത്രം ഗുണ്ടൂരിനടുത്ത് ഒരു മിനിസ്ട്രിക്ക് വേണ്ടി കടന്നുപോയി. വണ്ടി അവിടെ നിന്ന് ഇട്ടിട്ട് അവിടെ നിന്ന് ഒരു എനിക്ക് തോന്നുന്നു ഒരു 23 കിലോമീറ്റർ നടക്കണം. ഞങ്ങളൊരു 6-7 പേരുണ്ട്, അവിടുത്തുകാരായ ദേവദാസന്മാരുണ്ട്. എന്റെ പ്രിയരെ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള്, ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞാൽ എന്റെ കൂട്ടത്തിൽ പോയവരല്ല, അവിടെ ഉണ്ടായിരുന്ന ഒരു ശുശ്രൂഷകൻ. ഞങ്ങൾക്ക് അവിടെ നടന്നെത്തേണ്ട സമയം ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് അവിടെ നടന്നെത്തിയാൽ മതി. ഞങ്ങളെല്ലാം സ്പീഡിൽ നടക്കുകയാണ്. ഇദ്ദേഹത്തിന് കാരണം ഞങ്ങൾക്ക് സ്പീഡ് കൂടി പോകാൻ പറ്റത്തില്ല, കാരണം ഇദ്ദേഹത്തെ കൊണ്ട് പോകണ്ടേ. അദ്ദേഹത്തിന് നടക്കാൻ മേല, ഭയങ്കര വണ്ണമാണ്. അവിടുത്തുകാരൻ തന്നെയാണ്. സ്തോത്രം. അവസാനം ഞങ്ങളൊരു വഴി കണ്ടെത്തി. ഒരു ബൈക്കുകാരൻ വന്നു. ആ ബൈക്കുകാരനെ പുറകെ കയറ്റിയിരുത്തി, അദ്ദേഹത്തിന് പുറകെ കയറ്റിയിരുത്തി. ആ ബൈക്ക് പോകാനുള്ള വഴിയേ ഉള്ളൂ. സ്തോത്രം. വലിയ വാഹനം പോയില്ല. ഈ ആളെ ഞങ്ങൾ അവിടെ എത്തിച്ചു. എന്നിട്ട് ആ ബൈക്കാരനോട് പറഞ്ഞു, ബൈക്കാരൻ എന്തോ അത്യാവശ്യത്തിന് പോയിട്ട് അവൻ തിരിച്ചു പോകേണ്ടതാ. അവനോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ പരിപാടി 2 മണിക്കൂറുള്ളൂ, അത് കഴിയുമ്പോൾ ഞങ്ങൾ ഇദ്ദേഹത്തെ തിരിച്ചു കൊണ്ട് തരണേ. അവൻ പറഞ്ഞ്, അവൻ വേറെ എന്തോ അത്യാവശ്യത്തിന് പോയതാണ്, ഏതോ വീട്ടിലാരെ കാണാൻ പോയതാ. അവൻ പറഞ്ഞു, ശരി സാറേ, ഞാൻ സഹായിക്കാം. കണ്ടോ, ദൈവം അവിടെ വഴി തുറന്നു. എന്നാലും ഞാൻ പറയുക, നമ്മുടെ ഈ ബോഡി സുവിശേഷീകരണത്തിന് പറ്റിയൊരു ബോഡി നിങ്ങൾ ആക്കിയെടുക്കണം. നിങ്ങളുടെ ശരീരം, കാലുകൾ, കൈകൾ, ഇതൊക്കെ സുവിശേഷത്തിന് പറ്റിയ, കണ്ടോ, ഒരു സംവിധാനമാക്കി നിങ്ങൾ മാറ്റണം പ്രിയരെ. സ്തോത്രം. അങ്ങനെ ഒരു ഫിറ്റ്നസ് ഇന്ന് രാവിലെ നിങ്ങൾക്കുണ്ടാകട്ടെ. ഈ 2021 നല്ലൊരു ബോഡി ഫിറ്റ്നസ് സുവിശേഷത്തിന് വേണ്ടി, അല്ലാതെ കരാട്ടയും കൂപ്പും കാണിക്കാനല്ല, സുവിശേഷം ആമേൻ അനേകിടങ്ങളിൽ എത്തിക്കാൻ നല്ലൊരു ശരീരം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. സ്തോത്രം. ഈ രാവിലെ സമയം സ്തോത്രം, മിലിറ്ററിക്കാരെങ്ങനെ പോകുന്നു അതിനേക്കാളും ശക്തമായി സുവിശേഷീകരണത്തിന് വേണ്ടി പാകപ്പെടുത്തിയ മനസ്സും പാകപ്പെടുത്തിയ ശരീരവും പാകപ്പെടുത്തിയ ചിന്തകളുമായി പ്രൈസ് ദി ലോർഡ് സുവിശേഷ രണാങ്കണത്തിലേക്ക് ഇറങ്ങാൻ ദൈവം നിങ്ങളെ ഈ 2021 സഹായിക്കട്ടെ. 1 മാസം മതി, ഒറ്റ മാസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരം കുറച്ച് നിങ്ങളുടെ ഫിറ്റ്നസ് വർദ്ധിപ്പിക്കാൻ കർത്താവ് സഹായിക്കും. ആമേൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലേ, ബൈബിൾ സ്കൂളൊക്കെ ഉള്ള ദേവദാസന്മാര് രാവിലെ കുട്ടികൾക്ക്, അവിടെ പഠിക്കുന്ന പിള്ളേർക്ക് 1 മണിക്കൂർ ഫിറ്റ്നസ് ഇടണം. നല്ല എന്താ പറയാ, കായിക ശേഷിയുള്ളവരാക്കി പുറത്തു കൊണ്ടുവരണം. ആമേൻ. എങ്കിലേ സുവിശേഷത്തിന് വേണ്ടി അധികം ഓടാൻ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് മറക്കരുത്, ഇന്നത്തെ പകൽ നിങ്ങളുടെ ചിന്ത അതായിരിക്കട്ടെ. ദൈവത്തിന് പ്രയോജനമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനായി മാറാൻ, ഒരു സുവിശേഷ വേലക്കാരനായി മാറാൻ, അല്ല ഒരു കുടുംബനാഥനായി മാറാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കും. ഇന്ന് അതിന് വേണ്ടി മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി. ചില ആളുകൾ രോഗികളാണ്, ചില ആളുകൾക്ക് വിട്ടുമാറാത്ത ആസ്മ, ചില ആളുകൾക്ക് പലവിധമായ പ്രശ്നങ്ങളാണ്. എന്തെങ്കിലും ഒരു അസുഖമില്ലാത്ത ആരുമില്ല പ്രിയരെ. ആമേൻ. സ്തോത്രം. ആമേൻ. നിങ്ങളുടെ അസ്വസ്ഥത ദൈവത്തിനറിയാം. ആമേൻ. അത് സൗഖ്യമാക്കേണ്ടതാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും സൗഖ്യമാക്കും. അതല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗിഫ്റ്റ് അതാണെങ്കിൽ അത് കൊണ്ടുവന്ന് നടന്നേ പറ്റും. ഓക്കെ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീരുന്ന വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളും പ്രാർത്ഥിച്ചു, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവരുടെ പുത്രൻ ഇഷ്ടമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരിച്ചിലേക്ക് അടുത്ത് വരികയാണ്. കർത്താവേ, ഈ ഒരു രോഗം അവർക്ക് ഭയങ്കര ഭാരമാണ് കർത്താവ്, വേദനയാണ് കർത്താവ്. ഉറങ്ങാൻ പറ്റുന്നില്ല, ചിലർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ചിലർ കർത്താവ് നടക്കുമ്പം കാലുകൾക്ക് വേദന, കർത്താവ് കൈകാലുകൾ തരിപ്പ്. ദൈവമേ സ്തോത്രം. എത്ര മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല. ആമേൻ. സ്തോത്രം. ദൈവം അത്ഭുതം അവർക്ക് വേണ്ടി ചെയ്യണമേ. ചിലർ ഷുഗർ പേഷ്യൻസ് ആണ് കർത്താവ്. അവരുടെ ഷുഗർ യേശുവിന്റെ നാമത്തിൽ നോർമലായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ദൈവം അത്ഭുതം ചെയ്യണം. ചില ആളുകളുടെ കൊളസ്ട്രോൾ കൺട്രോൾ ആകുന്നില്ല. അവർ പല ഭക്ഷണങ്ങളും ഉപേക്ഷിച്ചിട്ടും അവരുടെ കൊളസ്ട്രോൾ കൺട്രോൾ ആകുന്നില്ല. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള കൊളസ്ട്രോൾ കേസുകൾ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഈ നിമിഷം തന്നെ ഒരു വിടുതൽ അവരുടെ ശരീരത്തിൽ, അവരുടെ കരളിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആവശ്യമില്ലാത്ത കൊളസ്ട്രോൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഐ കമാൻഡ് ഇൻ ദി നെയിം ഓഫ് ജീസസ്. ഈ നിമിഷം മുതൽ വിടുതൽ വ്യാപരിക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യണം. നല്ല ആരോഗ്യമുള്ളവളായി കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ
ഈ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കണം. കർത്താവ് ഈ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശരീരത്തിന്റെ വേദനയുണ്ട് കർത്താവ്, വാർദ്ധക്യ സ്ഥലമായ ക്ഷീണങ്ങളൊക്കെ ഉണ്ട്. ദൈവം ബലം കൊടുക്കണമേ, ആരോഗ്യം കൊടുക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. കർത്താവ് ആവശ്യമില്ലാതെ ആമേൻ ശരീരത്തിൽ കർത്താവേ സ്വത്രം 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 ഫാറ്റടിഞ്ഞ് ആമേൻ വണ്ണം ഒന്ന് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന പലരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവ് അവരെ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ദൈവം ഒരു അത്ഭുതം അവർക്ക് വേണ്ടി ചെയ്യണമേ. കർത്താവ് അത്ഭുതം ചെയ്യണം. ഞാൻ ഹൃദയം തുറന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോട് നന്ദി, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ പട്ടാളത്തിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. ആമേൻ. അതുകൊണ്ട് നിങ്ങളുടെ ബോഡി അതുപോലെ തന്നെ ഫിറ്റ്നസ്സായി മാറട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും.